കുറേ പേര് നിൽക്കുന്നു. എല്ലാവരും ഒരു കറുത്ത അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ മഞ്ഞ ഡ്രസ്സാണ് എല്ലാവരും ഉള്ളത്. അതിലൊരാൾ മാത്രം കളർ ഡിഫറൻസ് ഉള്ള അല്ലെങ്കിൽ വേറൊരു പാറ്റേണിലുള്ള ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളെ കണ്ണുകൾ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ആ പാറ്റേൺ ബ്രേക്ക് ആകുമ്പോൾ നമ്മുടെ കണ്ണുകൾ അവിടെ ഒന്ന് ഉടക്കും കയറിയിട്ട്. പാറ്റേൺ ബ്രേക്കിംഗ് എന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരേ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് അവിടെ ഒരു ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് കണ്ണുകൾ കയറി അവിടെ സ്റ്റക്കാവും. നമ്മൾ കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക്, പാറ്റേൺ ബ്രേക്ക് ആവുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് കണ്ണുകൾ കയറി ചെല്ലും, അല്ലെങ്കിൽ അവിടെ കയറി ഉടക്കും. അതും നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതായത് കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ എവിടെയൊക്കെ പോയി പതിക്കും എന്നൊരു ഫോട്ടോഗ്രാഫറിന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ആ ഐഡിയ തന്നെ ഉപയോഗിച്ചിട്ട് അയാൾക്ക് കാഴ്ചക്കാരൻ്റെ കണ്ണുകളെ പറ്റിക്കാനും പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെയാണ് നിങ്ങൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ആകർഷണമായിട്ട് ഒന്നും തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനില്ല, വെറുതെ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ പക്ഷേ കാഴ്ചക്കാരൻ ആദ്യം അതിലേക്ക് നോക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഐഡിയാസ് എല്ലാം തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് കാഴ്ചക്കാരനോട് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി കമാൻഡ് ചെയ്യുകയാണ്, ഇതാ ഇവിടെ നോക്കൂ, ഇതാണ് നീ നോക്കേണ്ടത് എന്ന് ഇൻഡയറക്റ്റ്ലി അയാളോട് കമാൻഡ് ചെയ്യുകയാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് പാറ്റേൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാഴ്ചക്കാരൻ്റെ കണ്ണുകളെ അവിടത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഫ്രൂട്ട് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ മാങ്ങ അടുക്കിയിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലായിട്ട് വരിയും നിരയായിട്ട് വളരെ നല്ലൊരു പാറ്റേൺ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ എല്ലാം പഴുത്ത മാങ്ങകളാണ്, അതിൻ്റെ ഇടയിലും ഒരു മാങ്ങ മാത്രം പച്ചയാണ് ഇരിക്കുന്നതെങ്കിൽ അത് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ കണ്ണുകളെ ആദ്യം അത് ആകർഷിക്കും, ആ പച്ച മാങ്ങ. അതേപോലെ ഇപ്പോൾ ഒരു സ്കൂൾ ബസ്സുകൾ എല്ലാം മഞ്ഞയാണ്, അതിൻ്റെ ഇടയിൽ ഒരു KSRTC സ്റ്റാൻഡിൽ ഒരു പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, സ്കൂൾ ബസ്സിൻ്റെ ഇടയിൽ മറ്റേതെങ്കിലും ഒരു ബസ് നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ഫോട്ടോഗ്രാഫിൽ നിങ്ങളുടെ ശ്രദ്ധ പോകുക ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു ബസ്സിലേക്കോ ആ ഒരു ഒബ്ജക്റ്റിലേക്കോ ആയിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുക. നമ്മളുടെ കണ്ണുകളെ മാത്രം ആലോചിച്ചാൽ നമ്മളൊരു വസ്തുക്കളെ കാണുമ്പോൾ എങ്ങനെ കാണും എന്നുള്ളതും അത് മാത്രം ആലോചിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാറ്റേൺ ബ്രേക്കിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പല പോയിൻറ്റ്സിലും ഇപ്പം നോൺ ഒബ്ജക്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങളുടെ ഇപ്പം മമ്മൂട്ടിയെ വെച്ചാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ എവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാലും ആൾക്കാരെ നോക്കിക്കോളൂ, അത് നോൺ ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു മരത്തടിയാണ് അല്ലെങ്കിൽ ഒരു വിറകുവള്ളിയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിനകത്ത് നോൺ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതത്രയും വിറകുവള്ളി എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ഒന്നുമല്ല, ആൾക്കാർ തിരിച്ചറിയും, പക്ഷേ അയാൾക്ക് ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന ഒരു നോൺ ഒബ്ജക്റ്റ് അല്ല അത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല, എവിടെ വെച്ച് കഴിഞ്ഞാലും ആൾക്കാർ ശ്രദ്ധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ആൾക്കാർ അതിനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്യണം ഫ്രെയിമിനകത്ത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു മെസ്സേജ് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ സബ്ജക്റ്റ് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് പാറ്റേൺ ബ്രേക്കിംഗ് ആണ്.